Good afternoon, all. Good afternoon. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പ്ലേസ്മെന്റ് എന്ന് പറയുന്ന പോർഷൻ ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? സോറി, ഞാൻ ഗുഡ് മോർണിംഗ് ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. ഗുഡ് മോർണിംഗ് ഓൾ. സോ ഷെയർ ചെയ്യട്ടെ 1 മിനിറ്റ്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്ലേസ്മെന്റും പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലേസ്മെന്റും ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? ലാസ്റ്റ് നമ്മൾ പ്രോസസ് ഓഫ് പ്ലേസ്മെന്റ് പറഞ്ഞു തോന്നുന്നു. എന്താണ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത്? റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലേസ് ചെയ്യുന്നു. ആ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഒരു ടാസ്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ 4 സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു. പ്ലേസ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നമുക്ക് മെയിൻ ആയിട്ട് 4 സ്റ്റെപ്സിലൂടെയാണ് പ്ലേസ്മെന്റ് കടന്നു പോകുന്നത്. ഫസ്റ്റ് ഡാറ്റ കളക്ഷൻ, പിന്നെ ഇവാലുവേഷൻ, ദെൻ അലോക്കേഷൻ ആൻഡ് പ്ലേസിംഗ്. റൈറ്റ് എംപ്ലോയിനെ റൈറ്റ് ജോബിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലേസ് ചെയ്യുന്നു. ദെൻ കൺട്രോളിങ്, അവര് ചെയ്ത വർക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. സോ നോക്കാം, പ്രോസസ് ഓഫ് പ്ലേസ്മെന്റ്. There are 4 steps in procedure of employees placement which are follows. 4 പ്രോസസ് ആണ് നമ്മുടെ പ്ലേസ്മെന്റിൽ ഉള്ളത്. First one is data collection. In employee placement procedure, the first step is to collect data about the employee for the purpose of identifying qualifications, skills, and ability of present employee. നമ്മളുടെ എംപ്ലോയിയുടെ ക്വാളിഫിക്കേഷൻസും സ്കിൽസും എബിലിറ്റി എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ് ആദ്യത്തെ പ്രോസസ്. സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ഇവാലുവേഷൻ. After completing the first step of collecting employee data, നമ്മൾ employee data collect ചെയ്ത് കഴിഞ്ഞാൽ the next step is to evaluate capability of an employee in order to analyze the type of the job that best suit the employee. ആ എംപ്ലോയിക്ക് ഏത് ടൈപ്പ് ജോബ് ആയിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ എന്ന് കണ്ടെത്തലാണ് ഇവാലുവേഷനിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്. Then third step is allocation and placing. In this step, the company places the employee on the job which is best suited for him. നമ്മൾ ആ എംപ്ലോയിനെ കുറിച്ച് വാലുവേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ എംപ്ലോയിക്ക് ഏറ്റവും ബെസ്റ്റ് ജോബ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ് ഏതാണ് എന്ന് സെലക്ട് ചെയ്ത് ആ ഒരു ജോബിലേക്ക് അദ്ദേഹത്തിനെ പ്ലേസ് ചെയ്യും. ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്, the final step is the procedure is controlling. Controlling ആണ് final step ആയിട്ട് പറയുന്നത്. These steps involves measuring and observing the employee performance in that particular job. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ജോബില് അവരുടെ മെഷറിംഗ് ആണ്. അവര് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ആ സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എന്തെങ്കിലും കമ്പയർ ചെയ്യും. എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, ഇതുവരെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ദെൻ നമ്മൾ നോക്കുന്നത് ബെനഫിറ്റ്സ് ഓഫ് പ്ലേസ്മെന്റ് എന്ന് പറയുന്ന പോർഷൻ ആണ്. എന്തെല്ലാമാണ് പ്ലേസ്മെന്റ് കൊണ്ടുള്ള ബെനഫിറ്റ്സ്? എന്തെല്ലാമാണ് ബെനഫിറ്റ്സ് ഓഫ് പ്രോപ്പർ പ്ലേസ്മെന്റ് ആർ ആസ് ഫോളോസ്. റൈസ് എംപ്ലോയി മോറൽ, എംപ്ലോയീസിന്റെ മോറൽ കൂട്ടാൻ അത് ഹെൽപ്പ് ചെയ്യുന്നു. കറക്റ്റ് പ്ലേസ്മെന്റ് ഹെൽപ്പ് the employee adapt more easily to the job. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ എംപ്ലോയീസിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ഈസിലി ആ ഒരു ജോബായിട്ട് അഡാപ്റ്റ് ആകും. പെട്ടെന്ന് ആ ഒരു ജോബായിട്ട് മിങ്കിൾ ആവാനൊക്കെ പെട്ടെന്ന് പറ്റും. ആൻഡ് ഹെൽപ്പ് ഹിം ടു ഗിവ് എ സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. സോ ജോബ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള ജോബ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും. This helps to rise moral of the employee. Employee moral കൂട്ടാനായിട്ട് കാരണമാകുന്നു.
keep employees motivated. നമ്മുടെ എംപ്ലോയീസിനെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് പ്ലേസ്മെന്റ്. Employees are motivated if they are properly placed by matching their skills and job requirement. ഓരോ എംപ്ലോയീസും അവരുടെ സ്കിൽസും ജോബ് റിക്വയർമെന്റും അനുസരിച്ചുള്ള ജോബിലേക്കാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അത് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്ന ഒരു ജോബിനെ ആ ജോബ് ചെയ്യുമ്പോൾ നമ്മളത് അത്രയും എൻജോയ് ചെയ്തായിരിക്കും ചെയ്യുന്നത്. നമുക്കിപ്പോ അറിയാത്തൊരു ജോബാണെങ്കിൽ നമുക്ക് ഒട്ടും ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ല. സോ ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണ്. സോ എനിക്ക് ടീച്ചിങ് എന്ന് പറയുന്ന ജോബ് അത്യാവശ്യം എനിക്ക് എന്താ പറയാ ടീച്ചിങ് വളരെ ഇഷ്ടമുള്ളൊരു പ്രൊഫഷനാണ്. സോ ഞാൻ ഈ ഒരു ജോബ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മോട്ടിവേഷനും സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിക്ക് മുമ്പ് വർക്ക് ചെയ്തിരുന്നത് അക്കൗണ്ട്സ് ഫീൽഡ് ആയിരുന്നു. സോ ആ സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രഷറും കാര്യങ്ങളും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അപ്പൊ എനിക്ക് മനസ്സിലായി എന്തായാലും അക്കൗണ്ട്സ് അല്ല എനിക്ക് ഏറ്റവും നല്ല മോട്ടിവേഷൻ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ജോബ് എന്ന് മനസ്സിലാക്കി എനിക്ക് ഏതാണോ ഹാപ്പിനെസ് കിട്ടുന്നത് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജോബ് എന്ന് മനസ്സിലാക്കി ഞാൻ തന്നെ മാറിയിട്ടാണ് ടീച്ചിങ്ങിലേക്ക്. അപ്പൊ കീപ് എംപ്ലോയീസ് മോട്ടിവേറ്റ്. നമ്മൾ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ജോബ് സ്കിൽസും നമ്മുടെ ജോബ് റിക്വയർമെന്റ്സും അറിയുന്ന ജോബ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉള്ള ജോബ് നമുക്ക് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും അല്ലാത്ത ചിലപ്പോ ആൺകുട്ടികൾക്കൊക്കെ അത്യാവശ്യം സ്ട്രെസ്ഡ് ആയിട്ടുള്ള ജോബൊക്കെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സാധാരണ ഇപ്പൊ അക്കൗണ്ട്സ് ഫീൽഡിലേക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മള് അക്കൗണ്ട്സിൽ അത്യാവശ്യം കണക്കുകളൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ മേ ബി ഔട്ട് ഓഫ് പോക്കറ്റ് നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. കണക്കിലൊക്കെ ചെറിയ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ പോലും അപ്പൊ നമുക്കത് റിസ്ക് ആണ്. സോ ഇപ്പൊ എന്താ പറയാ, നമ്മളുടെ സ്കിൽസും നമ്മുടെ ജോബ് റിക്വയർമെന്റ്സ് അനുസരിച്ചുള്ള ജോബ് ആയിരിക്കണം നമുക്ക് മാച്ച് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ലക്കാണ്. ഓക്കെ, ഇഫ് ദേ ആർ മോട്ടിവേറ്റഡ് ദേ പ്രൊഡ്യൂസ് ബെറ്റർ ഔട്ട്പുട്ട്. നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടി ആ ഒരു വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ബെറ്റർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് റെഡ്യൂസ് ലേബർ ടേൺ ഓവർ ആൻഡ് ആബ്സെന്റിസം. എനിക്ക് ആ ജോബ് ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. നമ്മൾ എന്തായാലും ജോബിന് പോകുന്നത് മുടങ്ങൂലോ. എനിക്ക് ആ ജോലി ചെയ്യാൻ ഇഷ്ടമാണ്, ജോലി സ്ഥലം ഇഷ്ടമാണ്, വർക്ക് പ്ലേസ് ഇഷ്ടമാണ്, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ ഇഷ്ടമാണ്. സോ നമ്മളൊക്കെ ആബ്സെന്റ് ആവുന്നില്ല. പക്ഷെ എന്താണ്, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജോബ് അല്ല ഇത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ജോബ് അല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താണ് ഒരു മടിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ്മെന്റ് ആണെങ്കിൽ reduce labor turnover and absenteeism. Labor turnover and absenteeism കുറയും. If the employee are properly placed in their job, then absenteeism and employees turnover is reduced. നമ്മൾ പ്രോപ്പർ ആയിട്ടാണ് എംപ്ലോയീസിനെ എന്ത് ചെയ്തിരിക്കുന്നത്, പ്ലേസ് ചെയ്തിരിക്കുന്നെങ്കിൽ നമുക്ക് ആബ്സെന്റിസം എംപ്ലോയീസ് ടേൺഓവറും കുറവായിരിക്കും. This result in effective utilization of മെഷീൻ എക്യുപ്മെന്റ്സ് ആൻഡ് മെറ്റീരിയൽസ്. അപ്പോ നമുക്ക് നല്ല ആബ്സെന്റിസം ലേബർ ടേൺഓവറും കുറവാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഇൻക്രീസ് എംപ്ലോയീസ് എഫിഷ്യൻസി. ഒരു പ്രോപ്പർ പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ എംപ്ലോയീസ് നല്ല എഫിഷ്യന്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ബെറ്റർ റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇൻക്രീസ് എംപ്ലോയീസ് എഫിഷ്യൻസി. Proper placement helps to improve employees' efficiency as he is able to produce better result. അപ്പോ പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് ആ ഒരു എംപ്ലോയിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, സെലക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ബെറ്റർ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ എഫേർട്ട്ലെസ്ലി. നമുക്ക് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഫീൽസ് മോട്ടിവേറ്റഡ്. നമ്മൾ ചെയ്യുന്ന ജോബ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, നമ്മൾ മോട്ടിവേറ്റ് ആവും. ബിക്കം പഞ്ച്വൽ. നമ്മൾ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ടൈമിൽ ക്ലാസ് എന്താ പറയുക ജോബിന് കറക്റ്റ് ടൈമിൽ വരും. അവോയ്ഡ് കമ്മിറ്റിംഗ് എറേഴ്സ്. നമുക്ക് ആ ഒരു ജോബിനെ കുറിച്ചിട്ട് നല്ല ധാരണയുണ്ട്. സോ നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ കുറവായിരിക്കും, ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കുറവായിരിക്കും. കീപ് എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ്. പ്ലേസ്മെന്റ് എയിംസ് ടു കീപ് എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ്. പ്ലേസ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. If an employee is properly placed in the job, he works with a zeal and his work performance is high.
ഒരു ജോബിൽ അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമായിരിക്കും ആ ഒരു ജോബ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ നല്ല ഹാപ്പി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോ ഇത്രയുമാണ് നമ്മളെടുത്ത് നോക്കിയത് പ്ലേസ്മെന്റിന്റെ ബെനിഫിറ്റ്സ് ആയിട്ട് പറഞ്ഞത്. റൈസ് എംപ്ലോയീസ് മോറൽ, എംപ്ലോയീസിന്റെ മോറൽ കൂട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആകുന്നു, ലേബർ ടേൺ ഓവർ കുറയുന്നു, ആബ്സിഡിസം കുറയുന്നു, നമ്മുടെ എംപ്ലോയീസിന്റെ എഫിഷ്യൻസി, അവരുടെ വർക്ക് പെർഫോമൻസ് ഇംപ്രൂവ് ആവുന്നു, എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ്, എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആകുന്നു. ഇത്രയും ഒന്ന് റീഡ് ചെയ്ത് നോക്കുമോ? ബെനിഫിറ്റ്സ് ഓഫ് പ്ലേസ്മെന്റ്. ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ പോലെ ബെനിഫിറ്റ്സ് മാത്രമല്ല കേട്ടോ ഉള്ളത്. എന്താണ്, പ്ലേസ്മെന്റിന് അതിൻ്റെതായ ചെറിയ പ്രോബ്ലംസും ഉണ്ട്. നമുക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ എംപ്ലോയീസിനെയും കറക്റ്റ് ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. പ്ലേസ്മെന്റ് ഈസ് നോട്ട് ആൻഡ് സൗണ്ട് ഇല്ലേ? ഒട്ടുമില്ല. 1 മിനിറ്റ് കേട്ടോ. നോക്കി, നിങ്ങൾ ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോ നമ്മള് പ്ലേസ്മെന്റിന് ബെനിഫിറ്റ്സ് പറഞ്ഞു. ബെനിഫിറ്റ്സ് പോലെ തന്നെ നമുക്ക് കുറച്ച് പ്രോബ്ലംസും എന്തിനുണ്ട്, പ്ലേസ്മെന്റിനുണ്ട്. പ്ലേസ്മെന്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. ശരിക്കും പറഞ്ഞാൽ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. ഇറ്റ് നീഡ് ടു മാച്ച് എംപ്ലോയി സ്കിൽസ് വിത്ത് ജോബ് റിക്വയർമെന്റ്. ശരിക്കും പറഞ്ഞാല് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്താ പറയാ, എഫേർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോബാണ്. കാരണം എംപ്ലോയീസിന്റെ സ്കിൽസ് അനുസരിച്ച് അവരെ കറക്റ്റ് ആയിട്ടുള്ള ജോബിലേക്ക് അപ്പോയിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടാസ്ക് ആണ്. അത്യാവശ്യം ഒരു ഇമ്പോർട്ടന്റ് ടാസ്ക് തന്നെയാണ് ഒരു HR മാനേജറിനെ സംബന്ധിച്ച്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഇന്ന് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. So the HR manager try to make it justified and effective. Still few problems arise. HR manager ഒക്കെ ശ്രദ്ധിച്ച് എഫക്റ്റീവ് ആയിട്ടും ജസ്റ്റിഫൈഡ് ആയിട്ടും നമ്മൾ ആ ഒരു കാര്യം ചെയ്താൽ പോലും ചെറിയ പ്രോബ്ലംസ് അറൈസ് ചെയ്യാറുണ്ട്. സം ഓഫ് ദ പ്രോബ്ലംസ് ആർ ആസ് ഫോളോസ്. താഴെ പറയുന്നതാണ് ആ പ്രോബ്ലംസ്. എംപ്ലോയി എക്സ്പെക്ടേഷൻ. എന്താണ് ഫസ്റ്റ് പ്രോബ്ലം? എംപ്ലോയീസിന്റെ
എക്സ്പെക്ടേഷൻ തന്നെയാണ് ആദ്യം നമ്മുടെ മാനേജേഴ്സ് ഫേസ് ചെയ്യുന്ന പ്ലേസ്മെന്റിലുള്ള പ്രോബ്ലം. The main problem of the placement is employees expectation. Employees expectation ആണ് എംപ്ലോയീസിന് ഓവർ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ, സാലറി റിലേറ്റഡ് അല്ലെങ്കിൽ അവരുടെ ടാസ്ക് റിലേറ്റഡ് അല്ലെങ്കിൽ അവർക്ക് ആ ജോബ് ചെയ്യാനുള്ള ഓട്ടോണമി, അധികാരം, അങ്ങനെ റിലേറ്റഡ് ആയിട്ട് അവർ ചിലപ്പോൾ ഓവർ എക്സ്പെക്ടേഷനോട് കൂടിയായിരിക്കും നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരുന്നത്. സോ സപ്പോസ് ചില കേസുകളിൽ നമുക്ക് സാലറി അവർ എക്സ്പെക്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. മേ ബി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്കുകൾ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം നമുക്കറിയില്ല ഒരു വ്യക്തി ഈ ഒരു ജോബായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് ആ ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനത്തെ പ്രശ്നം. പിന്നെ നമുക്ക് എല്ലാ അധികാരം, ഓട്ടോണമി നമുക്ക് ഫുൾ ആയിട്ട് ആർക്ക് കൊടുക്കാൻ പറ്റില്ല, എംപ്ലോയീസിന് കൊടുക്കാനായിട്ട് പറ്റില്ല. ഇതെല്ലാം എംപ്ലോയീസ് എക്സ്പെക്ടേഷൻസ് ആണ്. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് പ്രോബ്ലംസ്, പ്ലേസ്മെന്റിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ പറയുന്നത്. ദ മെയിൻ പ്രോബ്ലം ഓഫ് ദ പ്ലേസ്മെന്റ് ഈസ് എംപ്ലോയീസ് എക്സ്പെക്ടേഷൻ. എംപ്ലോയീസിന്റെ ഓവർ എക്സ്പെക്ടേഷൻ പ്ലേസ്മെന്റ് ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദ പ്രോബ്ലം ആണ്. എംപ്ലോയി ജനറലി എക്സ്പെക്ട് ഹൈ സാലറി. നമ്മളൊരു ഓർഗനൈസേഷനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടൊരു എക്സ്പെക്ടേഷൻ ആയിരിക്കും ഹൈ സാലറി കിട്ടും എന്നുള്ളത്. നിങ്ങൾ ആരും അങ്ങനെ എക്സ്പെക്ട് ചെയ്യേണ്ട. നമ്മളൊരു ജോബിലേക്ക് പോകുമ്പോൾ ഫ്രഷേഴ്സ് ആരൊക്കെയുണ്ട് ഇവിടെ? ജസ്റ്റ് ചുമ്മാ ചോദിച്ച ഫ്രഷേഴ്സ് ഇതുവരെയും വർക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? അതിന് ക്ലാസ്സിൽ ഇല്ലാന്ന് തോന്നുന്നു, മറുപടി ഒന്നും പറയില്ല. ഓക്കെ, ഫ്രഷേഴ്സ് നിങ്ങൾ സാലറി ഓവർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പാടില്ല. കാരണം നമുക്കൊരു 10 to 50 or 20 ആ 10 to 50 ആ ഒരു റേഞ്ചിലായിരിക്കും ഫസ്റ്റ് സാലറി വരുന്നത്. ഫസ്റ്റ് സാലറി മാത്രമായിരിക്കും നമുക്ക് 10 എന്ന് പറയുന്ന റേഞ്ച്. അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻക്രിമെന്റ്സ് വരും, സാലറി ഇൻക്രിമെന്റ്, നമ്മുടെ പെർഫോമൻസ് നോക്കിയിട്ട് നമുക്ക് സാലറി ഇൻക്രിമെന്റ് വരും. സോ അത് ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൽ കൂടുതലായിരിക്കും, ഹൈ സാലറി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ബേസിക് പറയുന്നത് വളരെ കുറവാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ജോബ് ഉപേക്ഷിക്കുകയാണെങ്കിൽ ടൈം ടു ടൈം ഇൻക്രിമെന്റ്സ് ഒക്കെ നമുക്ക് പറഞ്ഞാൽ നമുക്ക് നല്ല സാലറിയിലേക്ക് എത്താനായിട്ട് പറ്റും. ആദ്യം തന്നെ നമുക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് സാലറി ഏതൊരു സ്ഥാപനവും ഓർഗനൈസേഷനും നമുക്ക് തരില്ല. സോ നമ്മൾ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ട. നിങ്ങളിപ്പോ ജോലിക്ക് പോകുമ്പോൾ ഇന്നതാണ് ഫസ്റ്റ് സാലറി. ഫ്രഷേഴ്സിനോടാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരോടല്ല. എക്സ്പീരിയൻസിനനുസരിച്ച് നമ്മുടെ സാലറിയുടെ റേഞ്ച് മാറും. അപ്പോൾ 1 year എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരാൾക്ക് കിട്ടുന്ന സാലറിയേക്കാൾ ഒരു 5 year എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് കിട്ടുന്ന, അതേ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് കിട്ടുന്ന സാലറി വ്യത്യാസം ഉണ്ടാവും, അല്ലെ? അപ്പോ എക്സ്പീരിയൻസിനനുസരിച്ച് നമുക്ക് ഇത് സാലറിയുടെ വാല്യൂ, സാലറിയുടെ എമൗണ്ട് കൂടും. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ലക്ഷ്യം വെക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ എയിം എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം നമ്മുടെ എക്സ്പീരിയൻസ് കൂട്ടുക എന്നതാണ്. നമ്മൾ ഏത് ഫീൽഡ് ആണോ ആ ഒരു ഫീൽഡിൽ നമ്മൾ മാക്സിമം എക്സ്പീരിയൻസ് കൂട്ടാൻ ശ്രമിക്കുക. നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ജോബ് നമ്മൾ ഫസ്റ്റ് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്തില്ല, അതനുസരിച്ചായിരിക്കും പിന്നീടുള്ള ജോബ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ജോബിലേക്കായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. എംപ്ലോയീസ് ജനറലി എക്സ്പെക്ട് ഹൈ സാലറി. അതൊരു ടാസ്ക് ആണ്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് കമ്പനിയെ കൊണ്ട്. ഡിഫിക്കൽട്ട് ടാസ്ക്, ചില എംപ്ലോയീസിന് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ഒന്നും അസൈൻ ചെയ്തില്ലെങ്കിൽ എന്താണ്, അദ്ദേഹം ഡിമോട്ടിവേറ്റ് ആവും. ഓട്ടോണമി അധികാരം, തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള അധികാരം, അത് ചില എംപ്ലോയീസിന് നിർബന്ധമായിട്ടുണ്ട്. എന്നെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ എടുക്കും എന്നുള്ളൊരു ഓട്ടോണമി കാര്യങ്ങളുണ്ടാവും. ആൻഡ് ഇഫ് ദർ ഇസ് എ ജോബ് ഡസ് നോട്ട് ഫുൾഫിൽ ദർ എക്സ്പെക്ടേഷൻ, ഈ പറഞ്ഞിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഒന്നും ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ they feels they are in the job which is not appropriate for them. അപ്പൊ ഈ എക്സ്പെക്ടേഷൻസ് ഒന്നും ഫുൾഫിൽ ആയില്ലെങ്കിൽ ആദ്യം എന്താ വിചാരിക്കുന്നത്, ഞാൻ ഉദ്ദേശിച്ച ജോബ് ഇതല്ല, നമുക്ക് റിസൈൻ ഇടാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യരുതല്ല. നമുക്ക് ആദ്യം ചിലപ്പോ ഒരു ഫസ്റ്റ് മന്ത് ഒക്കെ നമ്മൾ ആ ജോബിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും ആ ഒരു ജോബ്. പക്ഷെ പതിയെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അഡാപ്റ്റ് ആവും ആ ജോബിനോട്. അതേപോലെ ഫ്രഷേഴ്സ് ഒരിക്കലും ഹൈ എക്സ്പെക്ടേഷൻ അബൌട്ട് സാലറിയെ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ എക്സ്പീരിയൻസ് ഏൺ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ മാക്സിമം നമ്മുടെ എക്സ്പീരിയൻസ് കൂട്ടാം. എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സാലറിയുടെ എമൗണ്ടുകൾ, സീറോസ്, ഈ എന്താ പറയാ ലെഫ്റ്റ് സൈഡിലുള്ള സീറോസിന്റെ എമൗണ്ട് ഇങ്ങനെ കൂടും.
ഇപ്പൊ 10,000 ആണ് നമുക്ക് ഫ്രഷർക്ക് കൊടുക്കണമെങ്കിൽ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 2 years എക്സ്പീരിയൻസ് ആ ഫീൽഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് റേഞ്ച് എന്ന് പറഞ്ഞാൽ തന്നെ മാറും. സോ ഹൈ എക്സ്പെക്ടേഷൻസ് ഫ്രഷേഴ്സിന് വേണ്ട. നമുക്ക് ഏതൊരു ബേസിക് ആയിട്ടുള്ള ഒരു എമൗണ്ടിൽ ജോയിൻ ചെയ്യാം. ദെൻ നമ്മൾ എക്സ്പീരിയൻസ് ഏൺ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സാലറിയിൽ ഇൻക്രിമെന്റ് ഉണ്ടോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ജോബിലേക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, അതാണ് എംപ്ലോയീസിന്റെ എക്സ്പെക്ടേഷൻ. വൺ ഓഫ് ദ പ്രോബ്ലം ആണ് പ്ലേസ്മെന്റിന്. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആ ജോബിൽ നിന്ന് ക്വിറ്റ് ആവും, എന്ന് വെച്ചാൽ നമ്മൾ റിസൈൻ ചെയ്യും. മാനേജർ അതൊരു പ്രോബ്ലം തന്നെയാണ്. കാരണം ഇത്രയും എഫേർട്ട് എടുത്ത എംപ്ലോയിനെ നമ്മൾ റിക്രൂട്ട് ചെയ്തു, സെലക്ട് ചെയ്തു, ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് ഒക്കെ കൊടുത്ത് നമ്മൾ പ്ലേസ്ഡ് ആക്കുമ്പോഴാണ്, ഓറിയന്റേഷനും കഴിഞ്ഞ് പ്ലേസ്മെന്റിലേക്ക് വരുമ്പോഴാണ് എക്സ്പെക്ട് ചെയ്ത സാലറി അല്ല എന്ന് പറഞ്ഞ് ക്വിറ്റ് ചെയ്യുന്നത്. അപ്പൊ കമ്പനിയെ സംബന്ധിച്ച് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്നത്. സോ അത് അവരൊക്കെ ഭയങ്കര എഫേർട്ട് കാര്യങ്ങളൊക്കെ വേണ്ട ഒരു കാര്യമാണ്. സോ അത് ബാഡ് ആയിട്ട് കമ്പനിനെ എഫക്ട് ചെയ്യും. ഇനി അടുത്തതാണ് മാനേജേഴ്സ് എക്സ്പെക്ടേഷൻ. HR managers sometimes expect more than the employee's capacity or skill. അദ്ദേഹത്തിന്റെ പെർഫോമൻസും മാർക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ എംപ്ലോയിയുടെ ഓവർ ആയിട്ട് HR മാനേജർ എന്ത് ചെയ്യും, ഓവർ എക്സ്പെക്ട് ചെയ്യും. അദ്ദേഹം നല്ല മാച്ച് ആയിരിക്കും, നമ്മുടെ ഈ ജോബ് ചെയ്യാനായിട്ട് അദ്ദേഹം മാച്ച് ആയിരിക്കും. പക്ഷേ നമ്മൾ വർക്കൊക്കെ ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, അദ്ദേഹം ഈ ജോബ് ചെയ്യാൻ ഒട്ടും ആപ്റ്റ് അല്ല എന്നുള്ളത്. ചിലവർ നമ്മൾ ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ തിയറിറ്റിക്കൽ നോളജ് ഉണ്ടാവും, അവർക്ക് തിയറിറ്റിക്കൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനുള്ള നോളജ് നന്നായിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് പ്രാക്ടിക്കൽ സ്കിൽ കുറവാണെങ്കിൽ നമ്മുടെ ജോബിനെ അത് ബാഡ്ലി എഫക്ട് ചെയ്യും. സോ അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളുടെ എക്സ്പെക്ടേഷൻ എന്തായി, മാനേജറിന്റെ എക്സ്പെക്ടേഷൻ എക്സ്പെക്ട് ചെയ്തു, ഈ മാർക്കും പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ അതിന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് എക്സ്പെക്ട് ചെയ്തു, പക്ഷെ അത് ബാഡ്ലി അതെന്ത് ചെയ്തു, അഫക്റ്റ് ആണ് ചെയ്തത്. HR managers sometimes expect more than the employee capabilities or skill. ഒരു എംപ്ലോയിയുടെ സ്കില്ലും അതേപോലെ കേപ്പബിലിറ്റീസിനെ കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. He finds that there is a mismatch between the employee and his work. പിന്നീട് നമ്മൾ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമായിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന എംപ്ലോയി നമ്മൾ ഉദ്ദേശിച്ച അത്രയും ടാലന്റ് അല്ല എന്ന് മനസ്സിലാക്കുന്നത്. ഇനി അടുത്തതാണ് ചേഞ്ചസ് ഇൻ ടെക്നോളജി. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഒരു അക്കൗണ്ടന്റ് ജോബിലേക്ക് ഒരാളെ എന്ത് ചെയ്തു, നമ്മൾ റിക്രൂട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ കമ്പനിയിൽ യൂസ് ചെയ്തിരുന്നത് ടാലി പ്രൈം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. അക്കൗണ്ട്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ടാലി പ്രൈം. സോ നമ്മൾ ആ ടെക്നോളജി അദ്ദേഹത്തിന് അറിയാം എന്ന് പറഞ്ഞിട്ടാണ് റിക്രൂട്ടും സെലക്ടും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ പെട്ടെന്നൊരു മോഡിഫിക്കേഷൻ വന്നു, നമ്മുടെ കമ്പനിയിൽ ആ ഒരു സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്ത് മറ്റൊരു സോഫ്റ്റ്വെയർ നമ്മൾ എന്ത് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തു. സോ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനും നമ്മളുടെ സോഫ്റ്റ്വെയർ തമ്മിൽ മിസ്മാച്ച് സംഭവിച്ചിരിക്കുകയാണ്. സോ അങ്ങനെ എന്ത് ചെയ്യാം, ഈ പ്ലേസ്മെന്റിൽ പ്രോബ്ലംസ് വരും. നമുക്ക് ആ ഒരു എംപ്ലോയിക്ക് ആ ഒരു ജോബിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് വേണ്ടിയിട്ട് വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ട്രെയിനിങ്ങും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതല്ലേ. ഓക്കെ, നോക്കാം. ചേഞ്ചസ് ഇൻ ടെക്നോളജി. Technology brings changes in job description and specification. അപ്പോൾ ചേഞ്ചസ് ടെക്നോളജി എന്ന് പറയും, ടെക്നോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷനിലോ ജോബ് സ്പെസിഫിക്കേഷനിലോ വരുന്ന മാറ്റങ്ങളാകാം. ഡ്യൂ ടു ദീസ് ചേഞ്ചസ് discrepancy result is mismatch between the job and the employee. As the result എന്താണ്, നമ്മുടെ ജോബും എംപ്ലോയിയും തമ്മിലൊരു മിസ്മാച്ച് സംഭവിച്ചിരിക്കുകയാണ്. സോ ആ ഒരു എംപ്ലോയി നമ്മൾ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലമായിരിക്കില്ല റിസൾട്ട് വരുന്നത്. കാരണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർ അവർക്ക് അറിയില്ല, ആ ഒരു എംപ്ലോയിക്ക് അറിയാവുന്ന ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ചേഞ്ചസ് ഇൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ മാറ്റമാണ്. നമ്മൾ റിക്രൂട്ട് ഒക്കെ ചെയ്ത സമയത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ അപ്പോയിന്റ്മെന്റിലേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ മാറി. Organization structure and the job are influenced by business grand strategies such as trouncing, merger, acquisition, delayering, etc. ചില കേസുകളിൽ നമ്മൾ മാനേജേഴ്സ് രണ്ട് കമ്പനികൾ ഒരുമിച്ച് മെർജ് ചെയ്യും. അപ്പോ അതെന്ത് ചെയ്യും, അവർക്ക് എന്താ പറയുന്നത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നിലനിർത്തിയിട്ട് ബാക്കി എല്ലാ എംപ്ലോയീസിനെ അവർ തിരിച്ചു വിടും. അല്ലെങ്കിൽ അക്വിസിഷൻ, ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ എന്ത് ചെയ്യാണ്, അക്വയർ ചെയ്യാണ്. ഡിലെയറിംഗ്, ബൈൻഡിങ് ഒക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ
അവിടെ എംപ്ലോയീസും ജോബും തമ്മിൽ മിസ്മാച്ചുകൾ ചേഞ്ചസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് എംപ്ലോയീസിനെയൊക്കെ പിരിച്ചു വിടേണ്ടി വരും, ഒരു റിക്രൂട്ടർ ആയിട്ടുള്ള എംപ്ലോയീസിനെയൊക്കെ പിരിച്ചു വിടും. ദിസ് ചേഞ്ചസ് റിസൾട്ട് ഇൻ ഈസ് എ മിസ്മാച്ച് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് ഹിസ് ജോബ്. അപ്പൊ എംപ്ലോയിയും അതേപോലെ ജോബും തമ്മിൽ ഈ ചേഞ്ചസ് മിസ്മാച്ച് കൊണ്ടുവരാനായിട്ട് കാരണമാവും. ഇത് നമ്മൾ അക്യൂർ ചെയ്യാൻ വിചാരിക്കും, ബിസിനസ്സിനെ അക്യൂർ ചെയ്യണം. ആ ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ഉണ്ട്, നമ്മൾ അക്യൂർ ചെയ്യുന്ന കമ്പനിയിലും അക്കൗണ്ടന്റ് ഉണ്ട്. സോ നമ്മൾ നമ്മളുടെ കമ്പനിയിലെ അക്കൗണ്ടിനെ നിലനിർത്തിയിട്ട് അക്യൂർ ചെയ്ത കമ്പനിയിലെ അക്കൗണ്ടിനെ എന്ത് ചെയ്യും, നമ്മൾ പിരിച്ചുവിടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും വരും. സോഷ്യൽ ആൻഡ് psychological factors. Mismatch sometimes is also due to social and psychological factors involved in teamwork or group information. നമ്മൾ പ്ലേസ്മെന്റിനെ സംബന്ധിച്ച് സംടൈംസ് എന്താണ് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ മിസ്മാച്ചുകൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേസ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മളൊരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് എഫേർട്ട്, ടീം വർക്കാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടന്റ്. സോ അങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് പറ്റാത്തൊരു വ്യക്തിയാണ്, ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നത്, അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഈ ടീം വർക്ക് അവിടെ കാണാനായിട്ട് പറ്റില്ല. നേച്ചർ ഓഫ് ജോബ് ആണ് പറയുന്നത്. Another problem with the placement is that focus is on individual rather than job. അടുത്തൊരു another problem എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ജോബിന്റെ നേച്ചർ അനുസരിച്ച് വേണം ഇൻഡിവിജ്വൽസിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട്. ജോബ് ഫസ്റ്റ് മാൻ നെക്സ്റ്റ്, അതായിരുന്നു നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സപ്പോസ് നമ്മൾ ഇൻഡിവിജ്വലിനെയാണ് ആ ജോബിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നെങ്കിൽ നമ്മുടെ പ്ലേസ്മെന്റ് ബാഡ്ലി അഫക്ട് ചെയ്യും, നമ്മളെ കമ്പനീനെ അഫക്ട് ചെയ്യും. More often, the individual does not work without the influence of others. അപ്പോൾ ചിലപ്പോ നമ്മൾ എന്താ പറയാ, കമ്പനിയുടെ ഓണറിന്റെ മകനെ ആയിരിക്കും ആ ഒരു ജോബിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നത്. സോ മറ്റുള്ളവര് അദ്ദേഹത്തിന് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് വരും. This kind of job will be determined whether the employee work with autonomy or is dependent on another. അപ്പൊ ചില സമയങ്ങളിൽ നമ്മൾ അദ്ദേഹം ചിലപ്പോൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തീരുമാനിക്കാനൊക്കെ അധികാരമുണ്ട്. പിന്നെ ചിലപ്പോൾ ചിലതിൽ ഡിപ്പെൻഡ് ആയിരിക്കും, എല്ലാ തീരുമാനങ്ങളും മറ്റുള്ളവർ പറയുന്നതനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രോബ്ലംസ് ഓഫ് പ്ലേസ്മെന്റ് ആണ്. എംപ്ലോയീസിന്റെ ഓവർ എക്സ്പെക്ടേഷൻ അബൌട്ട് ദ ജോബ് പ്ലേസ്മെന്റിനെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. മാനേജേഴ്സ് എക്സ്പെക്ടേഷൻ, മാനേജേഴ്സ് എന്താണ് ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു എംപ്ലോയിനെ കുറിച്ച്, അതും എന്താണ് നമ്മളുടെ പ്ലേസ്മെന്റിന്റെ ഒരു പ്രോബ്ലം ആണ്. ചേഞ്ചസ് ഇൻ ടെക്നോളജിയിൽ വരുന്ന മാറ്റം, അപ്പൊ അതും പ്ലേസ്മെന്റിനെ സംബന്ധിച്ചൊരു പ്രോബ്ലം ആണ്. കാരണം നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെക്നോളജിക്ക് മാച്ച് ആയിട്ടുള്ള ആളെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പ്ലേസ്മെന്റിലേക്ക് വന്നപ്പോഴേക്കും ആ ഒരു ടെക്നോളജി ചേഞ്ച് ആയി. ചേഞ്ചസ് ഇൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, നമ്മൾ റിക്രൂട്ട്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ മാറ്റമൊന്നുമില്ല. റിക്രൂട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞ് പ്ലേസ്മെന്റിലേക്ക് വന്നപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫുള്ളായിട്ട് മാറി. സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, അപ്പോ ഒരു എംപ്ലോയിനെ സംബന്ധിച്ച് പ്ലേസ്മെന്റിന്റെ സമയത്ത് നമ്മൾ അല്ലെങ്കിൽ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ സോഷ്യൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യണം, ഒരു സ്ഥാപനത്തിലാവുമ്പോൾ നമ്മൾ ടീം വർക്ക് ആണ് അവിടെ വേണ്ടത്. നേച്ചർ ഓഫ് ജോബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വലിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ ജോബിനായിരിക്കണം. ജോബിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് വേണം ഇൻഡിവിജ്വൽസിനെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അക്കൗണ്ട് ചെയ്യാനായിട്ട്. ഒന്ന് റീഡ് ചെയ്യോ പ്രോബ്ലംസ് ഇൻ പ്ലേസ്മെന്റ് എന്നുള്ളത്?
ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ, ഇനി നമ്മള് നേച്ചർ ഓഫ് ജോബ്സിൽ 3 ടൈപ്സ് ജോബ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ശരിക്കും പറഞ്ഞാല് നേച്ചർ ഓഫ് ജോബ്സിന്റെ കീഴിൽ വരുന്നതാണ് എന്താ പറയാ, ടൈപ്സ് ഓഫ് ജോബ്സ് ആണ് കേട്ടോ. 3 ടൈപ്സ് ഓഫ് ജോബ്സ് ആണ് കോമൺലി ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഇൻഡിപെൻഡന്റ് ജോബ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡന്റ് ജോബ് ആണ് കേട്ടോ. 1 മിനിറ്റ്. ഇൻഡിപെൻഡന്റ് ജോബ് എന്ന് പറയുന്നത് നമ്മൾ ചില കേസുകളിൽ ജോലികൾക്ക് സ്വാതന്ത്ര്യം കൂടുതലായിരിക്കും, ഇൻഡിപെൻഡൻസ് കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ആ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം കൂടുതലായിരിക്കും, ആ ജോബ് പെർഫോം ചെയ്യാൻ അദ്ദേഹത്തിന് ഫുൾ ഫ്രീഡം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പോസ്റ്റൽ സർവീസ്, പോസ്റ്റ്മാന്റെ ഒക്കെ ജോബ് ഉണ്ടല്ലോ, പോസ്റ്റ് കൊണ്ടു കൊടുക്കുക എന്നുള്ളത്, ഫീൽഡ് സെയില്, നമ്മൾ സാധനങ്ങൾ വിൽക്കുക എന്നുള്ള, നമ്മൾ ഫീൽഡ് സെയിലൊക്കെ ആയിട്ട് നമ്മളുടെ വീടുകളിൽ സെയിലിന് ആൾക്കാർ വരാറുണ്ട് ഇല്ലേ? ഓപ്പൺ ഡോർസ് ഡെലിവറി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഫീൽഡ് സെയിൽസിന് ആൾക്കാർ വീട്ടിൽ വരാറുണ്ടോ? ഓപ്പൺ ഡോർസ് ഡെലിവറി എന്ന് വെച്ചാൽ അവർക്ക് ഫുൾ ഫ്രീഡം ഉണ്ട്. എത്ര യൂണിറ്റ്സ് സെയിൽ ചെയ്യണം, ഏത് ഏരിയയിൽ പോകണം, എവിടെ നിന്ന് നമ്മളുടെ ഈ മാർജിൻ അറ്റൈൻ ചെയ്യണം എന്നുള്ള ഫ്രീഡം ആർക്ക് ഉണ്ടാവും? ഈ പറഞ്ഞ വ്യക്തികൾക്ക് ഉണ്ടാവും. അതേപോലെ പോസ്റ്റൽ സർവീസിലുള്ളവർക്ക്, തപാൽ സേവനം യൂസ് ചെയ്യുന്നവർക്ക് ഈ കത്തുകൾ അവരുടെ ടൈമിനനുസരിച്ച് കൊണ്ടുവന്ന് കൊടുക്കാനും ഉള്ള ഫ്രീഡവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം സാഹചര്യത്തിൽ ഒരു തൊഴിലാളിയുടെ പ്രവർത്തനങ്ങൾ മറ്റു തൊഴിലാളികളുടെ പ്രവർത്തനങ്ങളായിട്ട് ഒട്ടും എന്തല്ല, ഡിപ്പെൻഡ് അല്ല. എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഗുഡ്സ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നെ മാത്രം അഫക്ട് ചെയ്യുന്ന കാര്യമാണ്, വേറൊരാളുടെ വർക്കായിട്ട് അത് ഡിപ്പെൻഡ് അല്ല. അല്ലെങ്കിൽ എനിക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സ് ഞാൻ കൊടുക്കേണ്ടതാണ്, അത് എന്റെ മാത്രം ഉത്തരവാദിത്തമാണ്, വേറൊരാളുടെയും വർക്ക്സ് ആയിട്ട് അതിന് കണക്റ്റഡ് അല്ല. അപ്പോ എന്ന് വെച്ചാൽ ഡിപ്പെൻഡ് അല്ല. ഈ ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ മറ്റു വ്യക്തികളുടെ വർക്കായിട്ട് അതൊരിക്കലും ഡിപ്പെൻഡ് അല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ജോബുകൾക്ക് നമുക്ക് പെട്ടെന്ന് പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഈ ഒരാള് ചെയ്ത് തീരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട, നമ്മളുടെ ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ പെട്ടെന്ന് ഈസിലി പറ്റും. ഇപ്പൊ പോസ്റ്റൽ സർവീസ് ആണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് ടൈം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗുഡ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സും കാര്യങ്ങളും നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കാർട്ടിനൊക്കെ കേട്ടിട്ടുണ്ടോ? ഫ്ലിപ്കാർട്ടിന്റെ ഓൺലൈൻ ഡെലിവറി ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഈ കാർട്ട്, കേട്ടിട്ടുണ്ട്. നമുക്ക് നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാർട്ടിൽ നിന്നായിരിക്കും ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പ്രൊഡക്റ്റും കാര്യങ്ങളും നമുക്ക് കൊണ്ടുവന്ന് തരുന്നത് അല്ലെ? അവരവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിലായിരിക്കും നമുക്ക് തരുന്നത് അല്ലെ? അല്ലെങ്കിൽ ഇന്ന ടൈം പീരീഡിന്നോ അല്ലെങ്കിൽ ഇന്ന ടൈമിനുള്ളിൽ നിന്നോ അങ്ങനെ അത് പറയുമെങ്കിലും അങ്ങനെ കറക്റ്റ് ആയിട്ടില്ല അല്ലെ? അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം അനുസരിച്ച് അവർ നമ്മളുടെ ഏരിയയിലേക്ക് എപ്പോ വേണമെങ്കിലും വരാം, നമുക്ക് ഗുഡ്സ് ഡെലിവർ ചെയ്യാം. അത് കഴിഞ്ഞുള്ള ഫ്രീ ടൈംസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും അല്ലേ? ആ ഒരു ഡെലിവറിയിലൊന്നും മറ്റുള്ളവരുടെ ഡെലിവറി ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വർക്ക്സ് ആയിട്ടോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അഫക്ട് ചെയ്യുന്നില്ല. പക്ഷെ നമ്മള് ജോബ് ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജോബാണ്. നമ്മൾ ഒരു ഓർഡർ കിട്ടുന്നു, ആ ഓർഡർ ഡെലിവർ ചെയ്യുന്നു. സ്വിഗ്ഗി എന്നൊക്കെ പറയുന്നതും
സ്വിഗ്ഗി, സൊമാറ്റോ, അതൊക്കെ എന്താണ് ഇൻഡിപെൻഡന്റ് ജോബാണ്. നമ്മൾ ആ ജോബ് ചെയ്യാൻ ആ സമയത്ത് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ആ ഒരു ജോബിൽ ഇത് ചെയ്യാൻ പറ്റും, അസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇൻ സർട്ടൻ കേസസ് ജോബ്സ് ആർ ഇൻഡിപെൻഡന്റ്. ചില ജോബുകൾ ഇൻഡിപെൻഡന്റ് ജോബ് ആയിരിക്കും. നമുക്ക് സുപ്പീരിയറോ അല്ലെങ്കിൽ നമുക്ക് സ്കെയിലോ അങ്ങനെ ആരും ഫോളോ ചെയ്യേണ്ട ആരുടെയും ഓർഡേഴ്സും കാര്യങ്ങളൊന്നും നമുക്ക് വരില്ല. ഫോർ എക്സാമ്പിൾ, പോസ്റ്റൽ സർവീസ് ഓർ ഫീൽഡ് സെയിൽസ്. ഇൻ സച്ച് കണ്ടീഷൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ വൺ വർക്കർ do not depends on activities of other workers. മറ്റ് വർക്കേഴ്സിന്റെ ആക്ടിവിറ്റീസ് ആയിട്ടൊന്നും എന്നല്ല കണക്റ്റഡ് അല്ല, ഡിപ്പെൻഡ് അല്ല. ദിസ് പ്രോബ്ലം ഓഫ് പ്ലേസ്മെന്റ് ഇസ് സിമ്പിൾ ആസ് ദ സൊല്യൂഷൻ ഫോർ ഇറ്റ് ഹാസ് ബീൻ ഡെവലപ്ഡ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, സൊല്യൂഷൻസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇൻഡിപെൻഡന്റ് ജോബ് ആണെങ്കിൽ ആ ഒരു വ്യക്തിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വ്യക്തിനെ മാറ്റം ചെയ്യാൻ പറ്റും. ഫീൽഡ് ഓഫ് സെയിൽസ് ആണ് വിചാരിക്കുക, സെയിൽ കുറവാണെങ്കിൽ ആ ഒരു വ്യക്തിനെ നമുക്ക് ഈസിലി മാറ്റാൻ ഒരു വ്യക്തിനെ അവിടെ അപ്പോയിന്റ് ചെയ്യാം. ഇനി അടുത്തതാണ് സീക്വന്റൽ. ഒരാള് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമ്മൾ അടുത്ത വർക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ഞാൻ വർക്ക് ചെയ്തത് അക്കൗണ്ട്സിലാണെന്ന് പറഞ്ഞില്ലേ. ഞങ്ങള് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ വർക്ക് ചെയ്ത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലായിരുന്നു. കോൺട്രാക്ട് ബേസ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാനവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ബില്ലുകൾ വരും, ബിൽസ് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ കോൺട്രാക്ടിന് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ബില്ല് പാസ്സായി വന്നാൽ മാത്രമായിരിക്കും അക്കൗണ്ട്സിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എമൗണ്ട് പാസ് ചെയ്ത് കൊടുക്കും, അപ്രൂവ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് അവിടെ എഞ്ചിനീയർ ലീവാണെന്ന് വിചാരിക്കും, 2-3 ദിവസത്തേക്ക് ലീവ് ആണെങ്കിൽ അവിടെ വർക്ക് എന്താവും, ലാഗ് ആവും. ഞങ്ങളുടെ വർക്കും ഓട്ടോമാറ്റിക്കലി എന്താവും, ലാഗ് ആവും. അപ്പൊ ഒരാള് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ അതിനെ പറയുന്ന ജോബാണ് സീക്വന്റൽ ജോബ്. സീക്വന്റൽ ജോബില് പ്രോബ്ലംസ് വരുമ്പോൾ അത് എൻറ്റയർ ആ ജോബിനെ അഫക്ട് ചെയ്യും. മനസ്സിലായത്? എക്സാമ്പിൾ മനസ്സിലായോ? ഒരാള് വർക്ക് ചെയ്തില്ലെങ്കിൽ മറ്റൊരാളെ കൂടെ അഫക്ട് ചെയ്യുന്ന ജോബുകളാണ് സീക്വന്റൽ ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, സീക്വന്റൽ ഇൻ ദിസ് കാറ്റഗറി എ വർക്കർ ഡിപ്പെൻഡ്സ് ഓൺ അതർ വർക്കേഴ്സ് ടു ഡു ദിസ് ജോബ്. ഒരു വർക്കർ മറ്റൊരാൾ വർക്ക് ചെയ്തതിനു ശേഷം മാത്രമേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അസംബ്ലി ലൈൻ ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് സീക്വന്റൽ ജോബ്. അസംബ്ലി ലൈൻ ജോബ്സുകൾ ഉണ്ട്, ഒന്നിനു പുറകെ ഒന്നായിട്ട് ചെയ്യേണ്ട ജോബുകൾ. അങ്ങനെയുള്ള ജോബ്സ് ആണ് സീക്വന്റൽ ജോബ്സിന് എക്സാമ്പിൾ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേറെ ഒരെണ്ണം പറയാം. നമ്മളിപ്പോ കൂടുതലായിട്ട് എന്താ പറയാ, റെഡി ടു കുക്ക് റൊട്ടി, ചപ്പാത്തി വാങ്ങിക്കാൻ കിട്ടുന്നില്ലേ, റെഡി ടു കുക്ക്. ഓക്കെ, അതിന്റെ മെഷീൻസ് കണ്ടിട്ടുണ്ടോ? മെഷീൻസ് കണ്ടിട്ടുണ്ട് യൂട്യൂബിലോ? കണ്ടിട്ടില്ല, അപ്പം കണ്ടു നോക്കണേ. ആ മെഷീൻസ് അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ പറയാ, ഈ ഗുഡ്സ് കാര്യങ്ങളും ഓരോ സ്ഥലത്തും എന്താ പറയാ, മാവും സോൾട്ടും വെള്ളവും ഒക്കെ കൂടി മിക്സ് ചെയ്യുന്നു, അതെല്ലാം ഒരുമിച്ചിട്ട് കൊടുക്കുന്നു. അത് എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ മിക്സ് ആവുന്നു. ദെൻ അത് കട്ട് ചെയ്ത് വരുന്നു, ദെൻ അത് പ്രസ് ചെയ്യുന്നു. പിന്നെ ആ പാക്കറ്റിലേക്ക് ഓരോരുത്തരും ഇങ്ങനെ കറക്റ്റ് ചെയ്ത് അത് പാക്കറ്റിലേക്ക് വെക്കുന്നു. പിന്നെ ഒരാൾ അതെടുത്ത് സീൽ ചെയ്യാണ്. പിന്നെ മാനുഫാക്ചറിംഗ് ഡേറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, പ്രസ് ചെയ്യുന്നു. അപ്പൊ ഒരുപാട് പ്രോസസ്സിലൂടെയാണ് എന്ത് പോകുന്നത്, ഈ ഒരു വർക്ക് പോകുന്നത്. സപ്പോസ് ഈ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഒരു വർക്കർ ഒരു 10 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ലാഗ് ആണെങ്കിൽ ഈ വർക്ക് ഈ ഒരു സീക്വൻസിൽ പോകുമോ, കറക്റ്റ് ഓർഡറിൽ പോകുമോ? ഇല്ലാലോ, അത് ബാക്കിയുള്ള വർക്കുകൾ അഫക്ട് ചെയ്യും. സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാം. ഒരാളെയാണ് മാവിലേക്ക് വെള്ളം ഒഴിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഒരാള് ആ വെള്ളം ഒഴിക്കാൻ മറന്നുപോയി. അങ്ങനെ വരുമ്പോ നമുക്കത് മിക്സ് ചെയ്ത് കിട്ടുമോ? ഈ പ്രൊഡക്റ്റ് ഫിനിഷ്ഡ് ഗുഡ് ആയിട്ട് മാറുമോ? ഇല്ലാലോ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ, സീക്വന്റൽ ജോബിന് ഒരു പ്രശ്നമുണ്ട്. ഒരാൾ വർക്ക് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള വർക്ക്സ് നമുക്ക് ഓർഡറിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മറ്റുള്ളവർ വർക്ക് ചെയ്യുന്നത് വരെ നമ്മളത് വെയിറ്റ് ചെയ്യാനായിട്ട് വരും. അപ്പൊ ഇനി അടുത്താണ് പൂൾഡ് ജോബ്സ്. High independence is present among the activity when the jobs are pooled. Pooled ആയിട്ടുള്ള ജോബ്സുകൾക്ക് ഹൈ ഇൻഡിപെൻഡന്റ് ആക്ടിവിറ്റീസും കാര്യങ്ങളും പ്രസന്റ് ആണ്. The end result is the joint effort of all workers. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ടീമാണ്, ഞങ്ങൾക്കൊരു എന്റെ ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 പേരുള്ള ഒരു ടീമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഈ ടീം
ടീമിനെ കൊണ്ട് എൻ്റെ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യണം. ഞാനും അതിൽ എഫേർട്ട് എടുക്കും. ബാക്കി 5 പേരെ കൊണ്ടും ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്യിപ്പിച്ച് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ടീമിന്റെ ആയിരിക്കും, ടീം വർക്ക് ആയിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോ നിങ്ങള് ചെറുപ്പത്തിലൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടോ? പ്രൊജക്ട് PGക്കോ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോ പ്രൊജക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പ്രൊജക്ട് ചെയ്യാനുണ്ട്. പ്രൊജക്ട് ചെയ്യുമ്പോൾ 3 പേരായിരിക്കും. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്, PGക്ക് ഇൻഡിവിജ്വൽ പ്രൊജക്ട് അല്ലേ. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമുക്ക് 3 പേരുണ്ടാവും. ഒരു പ്രൊജക്ട് ലീഡർ, ബാക്കി 2 എന്താ പറയാ അസിസ്റ്റൻസ് എന്ന് വിചാരിക്കും. അപ്പൊ ഈ പ്രൊജക്ട് ലീഡർ ആയിരിക്കും ഈ വർക്ക് ഫുള്ളും ചെയ്യുന്നത്. ബാക്കി 2 പേര് എന്തെങ്കിലും കോപ്പി ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോ പക്ഷെ നമ്മൾ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ടീം റിസൾട്ട് ആണ്. നമ്മൾ ആ പ്രൊജക്ട് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ ടീമിന്റെ പ്രസന്റേഷൻ ആയിരിക്കും അവിടെ വരുന്നത്. High independence is present among the activity when jobs are pooled. Pooled jobs ആണെങ്കിൽ high independence കിട്ടും. The end result is the joint effort of all workers. എല്ലാ വർക്കേഴ്സിന്റെയും ജോയിന്റ് എഫേർട്ട് ആയിരിക്കും നമ്മുടെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. ടീം വർക്ക് മാറ്റേഴ്സ് എ ലോട്ട് ഇൻ സച്ച് ജോബ്സ്. ഇങ്ങനെയുള്ള ജോബുകൾ ടീം വർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിൾസ് പറയാൻ പൂൾഡ് ജോബ്സ് എന്നുള്ള എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് ഓഫ് പൂൾഡ് ജോബ്സ് ആർ പ്രൊജക്ട് ടീം, ടെമ്പററി ടാസ്ക് ഫോഴ്സ്, അസംബ്ലി ടീം എക്സെട്ര. ഈ ടൈപ്സ് ഓഫ് ജോബ്സ് ഒന്ന് റീഡ് ചെയ്യോ? റീഡ് ചെയ്തിട്ട് പറയണോ കേട്ടോ. ഓക്കെ, ഈ ഒരു പോർഷനോട് കൂടി നമ്മൾ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഒരു 2.5 month ആയിട്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ആണ്. അപ്പോ വലിയൊരു ചാപ്റ്റർ ആയിരുന്നു റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോൾ ഈ ചാപ്റ്റർ നല്ല രീതിയിൽ റീഡ് ചെയ്യുക. മുമ്പ് എടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആയിരുന്നു. ഓർമ്മയുണ്ടോ? അത് HRM-ന്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. ആദ്യം എടുത്ത പോർഷൻ അല്ല, അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ മറന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് റീഡ് ചെയ്തിട്ട് വരാം കേട്ടോ. ദെൻ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നാളത്തെ ദിവസം ഉണ്ടെങ്കിൽ ഏതെങ്കിലും പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ളൊരു ടൈമാണ് കേട്ടോ. ഓക്കെ, നമ്മളപ്പോ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വാസ്റ്റ് ആണെങ്കിലും റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എല്ലാവർക്കും മനസ്സിലാകുന്ന ടൈപ്പ് ഒരു ചാപ്റ്റർ തന്നെയാണ്. നാളെ ആയിരിക്കും എന്റെ ലാസ്റ്റ് ക്ലാസ്. അപ്പൊ എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. പിന്നെ ഈ വരുന്ന ടേം എക്സാം എന്താണ്? ടേം എക്സാം ടേം 2 9th-നാണോ? 9th-നോ 7th-നോ എന്നാണ്? ആരും നോക്കിയിട്ടില്ല. മൺഡേ. ഓക്കെ, 16th. ഓക്കെ, 16th മൺഡേ അല്ലേ? മാറുമ്പോഴായിരിക്കുമല്ലോ മൺഡേ. അപ്പം 9th-ന്. അപ്പോ 9th-ന് എക്സാം നല്ല രീതിയിൽ എഴുതാം. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനും ഇൻട്രൊഡക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. എന്നുവെച്ചാല് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് ടാലന്റ് മാനേജ്മെന്റ്, എംപ്ലോയി ബെനിഫിറ്റ്സ്, ലാസ്റ്റ് ചാപ്റ്റർ, അതിൽ നിന്ന് മാത്രം 3 ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് എഴുതാം. ഇനി നമുക്ക് മെയിൻ എക്സാം വരുമ്പോ, മെയിൻ എക്സാമിന്റെ ടൈം എന്ന് പറയുമ്പോൾ മെയിൻ എക്സാമില് നമുക്ക് പേപ്പർ 1 എന്ന് പറയുന്ന പേപ്പറാണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ഇൻട്രൊഡക്ഷൻ വരുന്നത്. 30 മാർക്ക് ആയിരിക്കും ഈ 2 ചാപ്റ്റേഴ്സിനും വരുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ,
30 ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ 2 ചാപ്റ്ററിൽ നിന്നായിട്ട് വരുന്നത്. നല്ല രീതിയിൽ നോക്കുക. മോക്ക് ടെസ്റ്റുകൾ കുറെ കിട്ടിയിട്ടുണ്ട്. മോക്ക് ടെസ്റ്റുകൾ നന്നായിട്ട് റീഡ് ചെയ്യുക. ചാപ്റ്റർ നല്ല രീതിയിൽ റീഡ് ചെയ്യുക. റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾ റീഡ് ചെയ്ത് കണ്ണും കൂട്ടി ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മാക്സിമം വരുന്നത്. അപ്പോൾ നോക്കുക. ഇനി റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനോ ഇൻട്രൊഡക്ഷനോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കേണ്ടതാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കൊരു ഡൗട്ട് ബുക്കിംഗ് ഉള്ള ക്വസ്റ്റ്യൻസ് വരും. ബുക്ക് എന്ന് ഉദ്ദേശിക്കുന്ന ഗൈഡ് ആണോ അരുൺ? ഓക്കെ, ഗൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോ മാക്സിമം നിങ്ങൾ റീഡ് ചെയ്ത് നോക്കുക. പക്ഷെ ഗൈഡിലെ ഓപ്ഷൻസ് ഒന്നും ഇല്ല അല്ലെ? ഓപ്ഷൻസ് ഇല്ലാതെ വൺ വേർഡ് ക്വസ്റ്റ്യൻ പോലെയല്ലേ, നേരെ ആൻസർ അല്ലേ വരുന്നത്. സോ നമ്മൾ ടെസ്റ്റ് റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നല്ല രീതിയിൽ ടെസ്റ്റ് റീഡ് ചെയ്യാം, ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം. ജസ്റ്റ് ഓക്കെ. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്ന വലിയൊരു ചാപ്റ്ററിൽ ആദ്യം നമ്മൾ പഠിച്ചത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പോർഷൻ ആണ്. നേച്ചർ ഓഫ് റിക്രൂട്ട്മെന്റ്, ഒബ്ജക്റ്റീവ്സ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റിക്രൂട്ട്മെന്റ്, റിക്രൂട്ട്മെന്റ് പ്രോസസ്, സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, പിന്നെ ഓരോ സോഴ്സുകൾ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് റിക്രൂട്ട്മെന്റ് വരെയാണ് നമ്മൾ ആ ഒരു സെഷനിൽ പറഞ്ഞു നൽകിയത്. അപ്പൊ അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്ന് നോക്കൂ എല്ലാവരും. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്ന് ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. റിക്രൂട്ട്മെന്റ് വരെ കേട്ടോ. വേഗം ഒന്ന് നോക്കി പേജസ് ഒന്ന് ഷിഫ്റ്റ്. ഇപ്പൊ ഏത് ചാപ്റ്റർ? ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ചാപ്റ്റർ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ആണ് ഇപ്പൊ നോക്കാൻ പറഞ്ഞത്. എക്സാമിന് ടേം 2 എക്സാമിന് വേണ്ടിയിട്ട് ചാപ്റ്റർ 4 to 6 വരെയാണ് നോക്കേണ്ടത്. ഓക്കെ ആണോ അരുൺ? അപ്പൊ ഒന്ന് റിക്രൂട്ട്മെന്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞേ. എല്ലാവരും നോക്കാട്ടോ. റിക്രൂട്ട്മെന്റ് സെഷനിൽ എന്തെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ട് ഉണ്ടാകും. ജസ്റ്റ് റീഡ് ചെയ്ത് നന്നായിട്ടൊന്ന് നോക്കി. നേച്ചർ ഓഫ് റിക്രൂട്ട്മെന്റ്, ഒബ്ജക്റ്റീവ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റിക്രൂട്ട്മെന്റ്, പ്രോസസ് ആൻഡ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ടെസ്റ്റ്. ഓക്കെ, അത് വരുന്നല്ലേ ഉള്ളൂ. മാം ഈ എക്സാമിന് ഈ ചാപ്റ്റർ ആണോ നോക്കേണ്ടത്? അല്ല അല്ല, ഈ ഫസ്റ്റ് ഇപ്പൊ 9th വരുന്ന എക്സാമിന് നോക്കേണ്ട ചാപ്റ്റേഴ്സ് പറഞ്ഞുതരാം. സിലബസ് ഇല്ല അല്ലെ? ചാപ്റ്റർ 4 മുതൽ 6 വരെയാണ് നോക്കേണ്ടത്. ടാലന്റ് മാനേജ്മെന്റ് ഒക്കെ ഇല്ലേ? ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്, എംപ്ലോയി ബെനിഫിറ്റ്സ്, ആ 3 ചാപ്റ്റർ, ലാസ്റ്റത്തെ 3 ചാപ്റ്റർ ആണ് നോക്കേണ്ടത് കേട്ടോ. അത് സെപ്പറേറ്റ് ആയിട്ടാണ് അല്ലേ എക്സാം? അല്ല അല്ല, ആദ്യം നമുക്ക് ടേം എക്സാം എന്ന് പറഞ്ഞ ഫസ്റ്റ് ടൈം എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ സമയത്ത് നമ്മൾ 3 ചാപ്റ്റർ ഒരുമിച്ചായിരുന്നു ഒരു എക്സാം വന്നത്. ഇൻട്രൊഡക്ഷൻ, റിക്രൂട്ട്മെന്റ്,
then ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ. യെസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് 3 ചാപ്റ്റേഴ്സിന്റെ എക്സാം ആണ് വരുന്നത്. ടാലന്റ് മാനേജ്മെന്റ്, ആ 4 to 6 വരെയുള്ള ചാപ്റ്റേഴ്സിന്റെ എക്സാംസ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ആ പോർഷൻസ് ആണ് ടേം എക്സാമിന് വേണ്ടി നോക്കേണ്ടത്. ടേം എക്സാം ജസ്റ്റ് മോഡൽ എക്സാം പോലെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടും എങ്ങനെയാണ് മെയിൻ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ടേം എക്സാം ടൈമിനുള്ളിൽ ഫിനിഷ് ഒക്കെ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ടേം എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞ് മെയിൻ എക്സാം ആണ്. മെയിൻ എക്സാം എന്ന് പറയുമ്പോൾ 4 എക്സാംസ് ആണ് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് നമ്മുടെ ചാപ്റ്റർ 1 and 2 വെച്ച് ഫസ്റ്റ് എക്സാം, പിന്നെ 3ഉം 4 ആണ് തോന്നുന്നു സെക്കൻഡ്, 5 സെപ്പറേറ്റ്, 6 സെപ്പറേറ്റ്, അങ്ങനെ 4 എക്സാംസ് ആണ് മെയിൻ എക്സാം വരുന്നത്. ഓക്കെ, 30 മാർക്ക് 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓരോ പേപ്പറിൽ നിന്നുള്ളത് മെയിൻ എക്സാമിന് കേട്ടോ. മെയിൻ എക്സാമിന് 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 2 മാർക്സ് വീതം ക്യാരി ചെയ്യും. ഒരു ക്വസ്റ്റ്യന് 2 മാർക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സാറ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അഡ്വാൻറ്റേജസ് ഓഫ് ടെസ്റ്റ് നോക്കിയിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്തിട്ട് ഏതൊക്കെ പോർഷൻസ് ആണെന്നും കൂടി പറഞ്ഞു തരണ്ടേ എന്നുള്ളത് നോക്കിയിട്ട് വേണം വരാനായിട്ട്. ഐ തിങ്ക് ഒന്നും കൂടി പറഞ്ഞു തരുന്നത് ചിലപ്പോ നമ്മള് ഫോൾസ്, ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ് ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ സെലക്ഷന്റെ കേസിൽ? ട്രൂ പോസിറ്റീവ് ആ ക്വസ്റ്റ്യൻ ഒക്കെ നന്നായിട്ട് ഒന്ന് നോക്കിയിട്ട് വേണം വരാൻ. ഞാൻ നിങ്ങളത് പറഞ്ഞില്ലല്ലോ, ഡൗട്ട് ഒന്നും ഇല്ലാതെ എനിക്ക് തോന്നുന്നു. സോ ആ സെഷനിൽ നിന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കാം. ഓക്കെ, ട്രൂ പോസിറ്റീവ് ട്രൂ നെഗറ്റീവ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരണം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം കേട്ടോ. ഔട്ട്കം ഓഫ് സെലക്ഷൻ ഡിസിഷൻ ആണ്, അത് നന്നായിട്ട് ഒന്ന് നോക്കിയിട്ട് വേണം വരാനായിട്ട്. ഞാൻ ക്ലാസ് വൈകിട്ടാണ്. താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചാപ്റ്റർ റിവൈസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി നമ്മുടെ HRM 7ന്റെ എന്റെ ക്ലാസ്സുകൾ തീരാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. താങ്ക് യു മാം.